സാങ്കേതികമായ വശം, അതിന്റെ ദുരുപയോഗം, അതിന്റെ സാധ്യത, അതിന്റെ ഉൽപ്പത്തി, ചരിത്രം, ഇനി അതിന്റെ ഭാവി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഇന്നത്തെ ദിവസം അത്തരം സംശയങ്ങൾക്ക് ഉള്ള ഒരു ഇന്ററാക്ഷൻ ആയിട്ട് നമുക്ക് പോകാം. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ? എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചോദിക്കണം. നിങ്ങൾ അതായത് നമ്മളിതുവരെ പഠിച്ച ടൂളുകളെ കുറിച്ചല്ലേ ഉദ്ദേശിച്ചത്. ഇതിന്റെ ഇവോൾവ് ചെയ്ത് വന്നത് എങ്ങനെയാ, ഇതിന്റെ ചരിത്രം, ഇതിന്റെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ദുരുപയോഗം എങ്ങനെയൊക്കെയാണ്, ദുരുപയോഗം എങ്ങനെ തടയാം, ഇത് എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ AI മൂലം ഉണ്ടാവുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചില വാക്കുകൾ ഇതൊക്കെയാണ്. എന്താണ് ടോക്കൺ, എന്താണ് ChatGPT, എന്താണ് GPT, എന്താണ് ലാംഗ്വേജ് മോഡൽ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ പൊതുവെ. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരു തിയററ്റിക്കൽ ക്ലാസ് എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് നമുക്ക് ആ സംവിധാനം ഒന്ന് നോക്കാം. അപ്പൊ ചോദിക്കാം, എന്താണ് നിർമ്മിത ബുദ്ധി, എന്താണ് ബുദ്ധി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. സാറേ, ഈ എല്ലാ ഐഡിയുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ ഇതിൽ കൂടി? ഏതില്? ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കണം. ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഐഡിയ ഉണ്ടാക്കി എവിടെയെങ്കിലും അപ്പൊ അത് ഇവർ ഇത് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ, സാധാരണക്കാരന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എങ്ങനെയാ? ഞാനൊരു ഐഡിയ ഉണ്ടാക്കി. എനിക്ക് ഇന്ത്യയിൽ ഒരു ഐഡിയ ഇല്ല. ഇന്ത്യൻ പാസ്പോർട്ടൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല. അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുത്തെ പാസ്പോർട്ട് കിട്ടിയപ്പോ ഇവിടുത്തെ ഇതായി. നമുക്കിത് ആ ID തിരിച്ചറിയാനായിട്ട് അത് ഇപ്പൊ സാധാരണ ഇപ്പൊ ഒരാൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇവിടെ തന്നെ മാർക്കറ്റിങ്ങിനൊക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ID ചോദിക്കും, ID കാണിച്ചു തരും. ആ ID ഒറിജിനലാണോ അല്ലേ എന്നുള്ള അറിയാനുള്ള മാർഗം ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്നുള്ള എൻ്റെ ഒരു ചോദ്യം. സാർ, സാറിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് AI കുറിച്ചുള്ള അതിന്റെ പശ്ചാത്തലം, ചരിത്രം, അതിന്റെ ഉപയോഗം, ദുരുപയോഗം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സാർ ചോദിച്ചതിന് ഞാനൊന്ന് പറയാം. ഒന്ന്, നിർമ്മിത ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT ആയാലും ജെമിനി ആയാലും ഏത് ടൂളായാലും അതിനെല്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മൾ ഒരു ID കൊടുക്കുകയാണ്, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം. അപ്പൊ അതിന്റെ ആധികാരികതയാണ് നമ്മൾ ചോദിക്കുന്നത്. ആധികാരികത ചെയ്യണമെങ്കിൽ ഇതിന്റെ ID ഇഷ്യൂ ചെയ്ത ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആധികാരികമായ രേഖയിൽ പരിശോധിച്ചിട്ട് പറയും ഇത് ആധികാരികമാണ് അല്ലെങ്കിൽ ആധികാരികമല്ല. ഇപ്പോ AI സംബന്ധിച്ചിടത്തോളം AI പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ആധാർ കാർഡ്, അതുപോലെ തന്നെ പാസ്പോർട്ട്, ഇതുപോലെ ജനങ്ങളുടെ സ്വകാര്യവുമായി ബന്ധപ്പെട്ട സർക്കാർ രേഖകളുണ്ട്. ഈ രേഖകളൊന്നും സാധാരണ ആൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് നമുക്ക് തന്നെ നമ്മുടെ യൂസർ നെയിം കൊടുത്ത് മാത്രമേ അത്. അപ്പൊ അങ്ങനെയുള്ള വെബ്സൈറ്റുകളുണ്ട്. അത്തരത്തിലുള്ള വെബ്സൈറ്റുകളാണ് ഇന്റർനെറ്റിൽ ഏറ്റവും അധികം ഉള്ളത്. ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത വെബ്സൈറ്റുകളാണ്. ഇപ്പൊ നമ്മൾ ആധാറിൻ്റെത്, പിന്നെ വിവിധ കമ്പനികളുടെ അവരുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ശേഖരിച്ചിരിക്കുന്ന വെബ്സൈറ്റുകൾ, അങ്ങനെയുള്ള വെബ്സൈറ്റുകളുണ്ട്. അപ്പൊ അല്ലാതെ ഉള്ള വെബ്സൈറ്റുകളാണ് നമുക്ക് ഗൂഗിളിൽ വരുന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന, അതുപോലെ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് എഞ്ചിനിൽ നമുക്ക് കിട്ടുന്ന വെബ്സൈറ്റുകൾ, സെർച്ച് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകളെല്ലാം തന്നെ AI പഠിച്ചിട്ടുണ്ട്. അതിനെ ക്രൗൾ ചെയ്യുക എന്നാണ് പറയുന്നത്. ക്രൗൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ള
സോഷ്യൽ ക്രൗഡിംഗ് എന്ന് പറയും. അങ്ങനെ പഠിച്ച് വെച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആധികാരികമായ രേഖ ആധികാരികമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് AI കൊണ്ട് പറയിക്കാൻ പറ്റില്ല. രണ്ടാമത് സാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ID കാർഡ് നമുക്ക് സംശയം തോന്നി. ആ സംശയം തോന്നിയ ID കാർഡ് ഫാബ്രിക്കായിട്ട് ഉണ്ടാക്കിയ ഒരു ID കാർഡ്, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു ID കാർഡ്, അത് AIക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറയും ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന്. അത് സൂക്ഷ്മമായി അത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ്, ഒരു ഇന്റലിജന്റ് ഓഫീസർ എന്നുള്ള നിലയിൽ ഈ കാർഡ് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ശരിയാണോ, അപ്പോൾ അതിന് നോക്കും, അതിന്റെ ഫോണ്ടുകൾ നോക്കും, അതിന്റെ അഡ്രസ് നോക്കും, അതിലെ സ്പെല്ലിംഗ് നോക്കും, അത് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണോ എന്ന് നോക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യം നോക്കിയിട്ട് ഈ കാർഡ് ഇന്ന രീതിയിൽ ഇതിന്റെ യഥാർത്ഥത്തിൽ ID കാർഡിന്റെ ഫോണ്ട് ഇന്നതാണ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഇതാണ്, ഇതിന്റെ ഫോണ്ട് സൈസ് ഇന്നതാണ്, ഇതില് പിക്ചർ ഇത് ഇതിന്റെ ഹോളോഗ്രാം വ്യാജമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പറയും. അല്ലാതെ ഒരു രേഖ ശരിയാണോ എന്നുള്ള കാര്യത്തിൽ പറയാൻ കഴിയില്ല AIക്ക്. ഓക്കെ സാർ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ AI കുറിച്ചുള്ള ഒരു ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ചരിത്രമോ ഉൽപ്പത്തിയോ എങ്ങനെയാണ് ഇത് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്താണെന്നോ ഒക്കെ ഉള്ള ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള കുറെ സംശയങ്ങൾ എല്ലാവർക്കും ഉറപ്പായിട്ടുണ്ടാവും. ചോദിക്കാം. തുടക്കം എങ്ങനെയാണ് സാറേ? ശരി, AI തുടക്കം എന്ന് പറയും, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഒരു അടുത്ത കാലത്ത് രൂപപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയൊന്നും അല്ല. ഇതിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. 1950 മുതലുള്ള ഒരു ചരിത്രം ഇതിനോട്ട്. അലൻ ട്യൂൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഈ യന്ത്രങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ഭാവിയിൽ ചിന്തിക്കുന്ന യന്ത്രങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിനുശേഷം അലൻ ട്യൂണിന് ശേഷം ജോൺ മർക്കാത്തെ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ആ ഒരു പ്രയോഗം, ആ വാക്ക് കൊണ്ടുവന്നത്. ആ ജോൺ മർക്കാത്തയെ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ്. ഇത് 1950-കളിലാണ്. 50 കഴിഞ്ഞിട്ട് 1960-കളിൽ എത്തിയപ്പോ ഇത് AIയുടെ ചരിത്രത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. പുതിയ ഗവേഷണങ്ങളൊന്നും നടന്നില്ല, വ്യക്തമായ പദ്ധതികളില്ല, അതുകൊണ്ട് കമ്പനികൾ ഇതിനകത്ത് ഫണ്ട് ചെയ്തില്ല, സർക്കാർ ഫണ്ട് ചെയ്തില്ല, ഒന്നും സംഭവിച്ചില്ല. 1970 ആയപ്പോ IBM ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തു. ഡീപ് ബ്ലൂ എന്നാണ് ആ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര്. ആ സൂപ്പർ കമ്പ്യൂട്ടർ അന്നത്തെ ചെസ് താരം, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഗ്യാരി എന്ന് പറയുന്നതാണ്, അദ്ദേഹവും ഈ ആയിട്ട് ഈ യന്ത്രം ചെസ് മത്സരം യന്ത്രം ജയിക്കുകയും ഗ്യാരി തോക്കുകയും ചെയ്തു. അപ്പോ അത് വലിയൊരു വിസ്മയം തന്നെ ഉണ്ടാക്കി ലോകത്ത്. അതിനുശേഷം അപ്പോ ഇത് സാധ്യമാണ് എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് സാധ്യതകൾ ഇത് തുറന്നു വന്നു. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ മനുഷ്യനെ തോൽപ്പിച്ചു, മനുഷ്യന്റെ മുകളിൽ മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള ഒരു സാധനം വന്നു എന്നുള്ള ഒരു അവസ്ഥ അവിടെ വന്നു. തുടർന്ന് 90-കളൊക്കെ ആയപ്പോ തന്നെ ആപ്പിൾ കമ്പ്യൂട്ടർ സംസാരിക്കുന്ന യന്ത്രമനുഷ്യൻ റോബോട്ടുകളെ വികസിപ്പിച്ചു. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പിന്നിലെ ഒരു പശ്ചാത്തലം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ചാറ്റ് GPT, ജെമിനി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വേറെയും ചില പരീക്ഷണങ്ങൾ നടന്നു. മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എക്സ് ആയ ട്വിറ്ററും ഒക്കെ പലതരത്തിലുള്ള ചാറ്റ് ബോട്ടുകൾ ഇറക്കി. അതെല്ലാം വേണ്ട രീതിയിൽ ഫലപ്രാപ്തിയിൽ വന്നില്ല. മൈക്രോസോഫ്റ്റിന്റെ ചാറ്റ് ബോട്ട് ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ അവസാനിച്ചു. ടേ എന്നായിരുന്നു അതിന്റെ പേര്. അത് അവസാനിപ്പിക്കേണ്ടി വന്നത് കറുത്ത വർഗക്കാരെ
അധിക്ഷേപിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുകയും ചെയ്തതിന്റെ ഭാവം വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയും മൈക്രോസോഫ്റ്റിന് തന്നെ അത് കൂട്ടേണ്ട ഒരവസ്ഥ വന്നു. അതിനുശേഷമാണ് ഒരു വലിയ ടീം, ഒരു സാങ്കേതിക വിദഗ്ധരുടെ ഒരു ടീം, ഇലോൺ മസ്കിന്റെയും സാം ആൾട്ട്മാന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഓപ്പൺ എഐ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ട്രസ്റ്റ് കമ്പനി ഉണ്ടാക്കുകയും ആ കമ്പനിയാണ് ചാറ്റ് GPT എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ചാറ്റ് GPTക്ക് തുടക്കം കുറിച്ചത്. അത് 2022 നവംബർ മാസം 30-ാം തീയതിയാണ് ഈ ചാറ്റ് GPT വരുന്നത്. ഇതാണ് ഈ നമ്മൾ AI-യുടെ ഒരു സംക്ഷിപ്തമായ ഒരു ചരിത്രം. മനസ്സിലായോ? 1950 മുതൽ തുടങ്ങിയ 1950-ൽ മെഷീനുകൾക്കും ചിന്തിക്കാനാവും എന്ന് കണ്ടെത്തുന്നു. അത് കഴിഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള വാക്ക് വരുന്നു. മക്കാർത്തയാണ് ആ വാക്കിന്റെ വജ്ഞാതം. അതുകൊണ്ട് അദ്ദേഹത്തെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതായിരുന്നു അതിന്റെ ഒരു ചരിത്രം. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? ചോദിക്കൂ സാർ. നമ്മുടെ ഈ എഐയും ഫൈബർ ഒപ്റ്റിക്കൽ കേബിളും തമ്മിലുള്ള ബന്ധം എന്താണ് സാറേ? ഈ ഫൈബർ ഓപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്, കേബിൾ എന്ന് പറയുന്നത്, അതിന് ഡയറക്റ്റ് ആയിട്ട് എഐയുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ഒരു ഡിവൈസാണ്. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നത്, ടെലഫോണിലെ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നത് വയറുകളിലൂടെ ആയിരുന്നു, കമ്പിയിലൂടെ അന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് 3-4 ടെലഫോൺ ഇത് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ ഒരു സമയം പരമാവധി. അപ്പൊ നമുക്കറിയാം ട്രങ്ക് ബുക്ക് ചെയ്യാന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ ചെന്നൈയിലേക്കോ വിളിക്കണമെങ്കിൽ ആ ലൈനിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ അങ്ങനെ ട്രങ്ക് ബുക്ക് ചെയ്ത് നമുക്ക് ലൈന് അറേഞ്ച് ചെയ്ത് തന്നെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കമ്പിയുടെ സ്ഥാനത്ത് ഓപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ഒരു കങ്കൂസ്, നമ്മള് ചൂണ്ട ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള നൂല്, അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് ഈ ഓപ്റ്റിക്കൽ ഫൈബർ. ഈ ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ ഇൻഫ്രാറെഡ് രശ്മികളിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അതായത് നമ്മളൊരു ടെലഫോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരേ സമയം ഒരു ഓപ്റ്റിക്കൽ ഫൈബർ, നമ്മളെ തലനാര് ഉള്ള ആ ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ 2000-ഓളം ഫോണുകൾ അങ്ങോട്ടും 2000-ഓളം ഫോൺ കാളുകൾ ഇങ്ങോട്ടും വരും. അപ്പോ പ്രകാശത്തിനേക്കാളും വേഗതയിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോ നടക്കുന്ന ഈ ക്ലാസ് നമ്മുടെ സുരേന്ദ്രൻ സാറ് കാനഡയിൽ ഇരുന്ന് അമേരിക്കയിൽ ഇരുന്ന് കേൾക്കുന്നത്, ഞാൻ പറയുന്ന അതേ സമയം തന്നെ അവിടെ കേൾക്കുന്നു. അത് ഈ ഓപ്റ്റിക്കൽ ഫൈബറാണ്. ഈ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നമ്മുടെ കടലിന്റെ അടിയിൽ കൂടെ വിരിച്ചിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ ഈ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൊച്ചിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് കൊച്ചിയെ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പൊ സകല രാജ്യങ്ങളും ഈ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ കണക്ട് ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ ഈ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കപ്പലൊക്കെ കൊണ്ട്, ഇത് വളരെ ആഴത്തിലാണ് ഇത് കേബിൾ വിരിച്ചിരിക്കുന്നത്, കപ്പലിന്റെ പല അപകടങ്ങളിലൊക്കെ വിട്ട് മുറിയാറുണ്ട്. അങ്ങനെ വന്ന സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ, മെയിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ സാർ? ഓപ്റ്റിക്കൽ ഫൈബർ. അപ്പൊ ബേസിക്കലി ഓപ്റ്റിക്കൽ ഫൈബറിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത്. പണ്ടത്തെ കമ്പി വലിച്ചിട്ടുള്ള കാര്യമായിരുന്നുവെങ്കിൽ നമുക്ക് ഈ എഐയോ ഇന്റർനെറ്റോ ഒന്നും നമുക്ക് വേണ്ട രീതിയിൽ കിട്ടില്ലായിരുന്നു. ശരിക്കും ഡാറ്റ കൈമാറ്റം ഇത്ര സ്പീഡിലും പോകുന്നത് ഈ ഓപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ആ ഒരു മീഡിയയിലൂടെയാണ്. ഒരു ഉപയോഗവസ്തു കണ്ടുപിടിച്ചതോടെ അല്ലേ എഐയുടെ ഉപഭോഗം ഇത്ര, ഈ ഒപ്റ്റിക്കൽ കേബിൾ കണ്ടുപിടിച്ചതോടെ അല്ലേ എഐയുടെ ഒരു ഇത് പുറത്തേക്ക് കൂടുതൽ ഇതായി വന്നത്? സാറേ, ഈ ഓപ്റ്റിക്കൽ ഫൈബർ വന്നതോടുകൂടിയാണ് നമുക്ക് ടെലിഫോണും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. മൊബൈൽ ഫോൺ തന്നെ, മൊബൈൽ ഫോണുകൾ, നമ്മളിപ്പോ ഒരു മൊബൈൽ ഫോണിനെ നമ്മൾ പറയുന്നത് എന്താ? സെൽഫോൺ എന്നാ. സെല്ലെന്ന് പറയുന്ന ഒരു ടവറിന് ചുറ്റുപാടും വരുന്നവരാണ് ഒരു സെല്ല്. ഈ സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ കൊണ്ടാണ്. നമ്മളെ വീട്ടിലെ ലാൻഡ് ലൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കൊണ്ടാണ്.
അപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബർ വന്നിട്ട് ഏതാണ്ട് 20 വർഷത്തോളം ആയി. ഓപ്റ്റിക്കൽ ഫൈബർ വയറുകൾ നമ്മുടെ നാട്ടിലൂടെയും കടലിലൂടെയും ഒക്കെ ഇങ്ങനെ വലിച്ചിരിക്കുകയാണ്. ഈ ഓപ്റ്റിക്കൽ ഫൈബർ തന്നെയാണ്. ഓപ്റ്റിക്കൽ ഫൈബർ ഇല്ലെങ്കിൽ നമുക്കിന്ന് ഈ ഇന്റർനെറ്റും പ്രവർത്തിക്കില്ല. ഈ എഐയില് ഡയറക്റ്റ് ആയിട്ട് ഓപ്റ്റിക്കൽ ഫൈബർ അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വയർ എന്നുള്ള നിലയിലുള്ള ഒരു റോളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ സാർ. ഓപ്റ്റിക്കൽ ഫൈബർ ഇല്ലെങ്കിൽ ഇന്റർനെറ്റും ഇല്ല, നമ്മുടെ എന്താണ് എഐയും ഇല്ല. വെരി ഗുഡ്. നല്ലൊരു ചോദ്യമായിരുന്നു. വെരി ഗുഡ്. എയുടെ എത്തിക്കൽ ലീഗൽ ആസ്പെക്ട് എന്താണ്? എയുടെ ലീഗൽ ആയിട്ട് ആസ്പെക്ട് വല്ലതും ഉണ്ടോ? ലീഗൽ ആസ്പെക്ട് അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാനുള്ള? തീർച്ചയായിട്ടും. എഐ ഞാൻ നേരത്തെ പറഞ്ഞു, മൈക്രോസോഫ്റ്റിന്റെ എന്ന് പറയുന്ന എഐ നിർത്തേണ്ടി വന്നത് കറുത്തവർഗക്കാരെ അധിക്ഷേപകരമായ രീതിയിൽ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോ ഇപ്പോ നമ്മുടെ പൊതുവായ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എഐ പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും എഐ ജനറേറ്റ് ചെയ്യില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യില്ല. നമ്മൾ അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് പ്രോംപ്റ്റ് ആയിട്ട് കണക്കാക്കും, നമുക്ക് ജനറേറ്റ് ചെയ്യില്ല. ഇപ്പൊ ബോംബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് എഐക്ക് അറിയാം, അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ബോംബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഐ പറഞ്ഞിരില്ല. മതപരമായി അധിക്ഷേപിക്കാൻ ബോഡി ഷേമിങ് എഐ ചെയ്തു തരില്ല. അശ്ലീലത കാര്യങ്ങൾ എഐ ജനറേറ്റ് ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതേസമയം നമുക്കറിയാം എഐ ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോ ഡീപ് ഫേക്ക് എന്ന് പറയും. ഇപ്പൊ എന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാം. എന്റെ ആരുടെ ഇപ്പൊ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒക്കെ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ശബ്ദം നമുക്ക് ക്ലോൺ ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ഡീപ് ഫേക്ക് എന്ന് പറയും. ഇത്തരം ഡീപ് ഫേക്കുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പല രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിലൊക്കെ അത്തരം നിയമങ്ങൾ വന്നു. നമ്മുടെ രാജ്യങ്ങളിലും പൊതുവായ നിയമത്തിന്റെ ഭാഗമായി ഇത് നിയമപരമായി നമുക്ക് നേരിടാൻ പറ്റും. ഭാവിയിൽ എഐയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യക്തമായ ധാരാളം നിയമങ്ങൾ ഉണ്ടായെന്നിരിക്കും. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെയാണോ? അതെ അതെ അതെ. അതായത് നമ്മളിപ്പോ കബളിപ്പിക്കാനും ഒക്കെ ഈ ഡീപ് ഫേക്ക് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ, അതായത് നമുക്ക് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ട് ആ ഫോട്ടോയെ വീഡിയോ ആക്കാം, ശബ്ദം കൊടുക്കാം. എന്റെ ഒരു ശബ്ദം എവിടെന്നെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് ആ ശബ്ദം ഉപയോഗിച്ച് ക്ലോൺ ചെയ്ത് എന്റെ രീതിയിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു ഫേക്ക് വീഡിയോകൾ ഉണ്ടാകും. ഇവിടെ പ്രധാനമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ഫേക്ക് വീഡിയോകൾ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ നിയമപരമായി തെറ്റാണ്. അത് നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും ഈ സാധനങ്ങൾ നിരന്തരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എഐ നമുക്ക് ഗുണമാണോ ദോഷമാണോ കൂടുതൽ ചെയ്യുന്നത്? എപ്പോഴും ഗുണം ഉള്ള കാര്യമാണ്. ഗുണമല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ദീർഘകാലം അതിന് നിലനിൽപ്പില്ല. അതിന്റെ ഏത് സാങ്കേതിക വിദ്യ ആയാലും അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഏത് സാങ്കേതിക വിദ്യ. അതുപോലെ എഐ ദുരുപയോഗം ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഐ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ അറിവുകൾ ഇങ്ങനെ ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഒരു 100 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ലോകത്ത് അന്ന് വരെ ജനറേറ്റ് ചെയ്തിട്ടുള്ള അറിവുകൾ, പ്രധാനപ്പെട്ട അറിവുകൾ, ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച അറിവുകൾ എന്ന് പറയുന്ന പരിമിതമാണ്. ഒരു മനുഷ്യന്റെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന അറിവുകളൊക്കെ ആയിരിക്കും.
ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആണെങ്കിൽ പോലും ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അതിഭീകരമായ അറിവ് എല്ലാം പഠിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പൊ അത്രമാത്രം അറിവുകൾ നമ്മുടെ സമൂഹത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ അറിവുകളെ നമുക്ക് ആവശ്യാനുസൃതം എടുക്കാനും ആവശ്യാനുസൃതം ഉപയോഗിക്കാനും ഒരു സംവിധാനം കൂടിയേ പറ്റുള്ളൂ. അതാണ് നിർമ്മിത ബുദ്ധി. നമുക്കൊരു ചെറിയ ഒരു പണ്ട് നമുക്ക് എല്ലാം എഴുതി കൂട്ടുന്ന ഒരു സംവിധാനമായിരുന്നു. ആ എഴുതി കൂട്ടി വരുന്ന അതിനകത്ത് ലിമിറ്റാണ്, അതിനകത്ത് ഗ്രോത്ത് ലിമിറ്റാ. ഒരു മനുഷ്യന് കൂട്ടാനുള്ള അപ്പുറം ഉള്ള ഒരു രീതിയിൽ വികസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു നല്ലൊരു പാചകക്കാരൻ അവനൊരു ഹോട്ടൽ തുടങ്ങണം. ഹോട്ടൽ തുടങ്ങാൻ അവന് കണക്കൂട്ടാൻ അറിയില്ല. അങ്ങനെയുള്ള ആൾ ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ പൊളിയും. അപ്പൊ കാൽക്കുലേറ്റർ വന്നപ്പോ അവന് ലഭ്യമല്ലാത്ത ഒരു സ്കില്ല് ഉപയോഗിച്ച് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവ്, കമ്പ്യൂട്ടറിന്റെ ഫാദർ ആരാണെന്ന് അറിയാലോ? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. കമ്പ്യൂട്ടറിന്റെ ഫാദർ ആരാണ്? കമ്പ്യൂട്ടർ അറിയില്ലേ? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അറിയില്ല. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. അറിയില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ്. അതാ വന്നു. ആരാ പറഞ്ഞത്? ചാൾസ് ബാബേജ്. ആരാ പറഞ്ഞത്? ചാൾസ് ബാബേജിനെയാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ ചാൾസ് ബാബേജിന്റെ അച്ഛൻ ഒരു പോർട്ടിലെ കണക്കപ്പിള്ളയായിരുന്നു, മാനേജരായിരുന്നു. അപ്പൊ ഇദ്ദേഹം രാവിലെ വരുമ്പോ ഒരു ചുമട്ടുകാരൻ കുറെ കണക്കുകൾ ചുമന്നുകൊണ്ട് വരും. ഇയാള് രാത്രി ഉറക്കണിരുന്ന് ഈ കണക്ക് എഴുതും. രാവിലെ പോകുമ്പോ 2 ചുമട്ടുകാരെ ഈ കണക്കുകളെല്ലാം ചുമന്നുകൊണ്ട് ഓഫീസിൽ പോകും. അപ്പൊ ഇദ്ദേഹത്തിന് ഊണുമില്ല ഉറക്കമല്ല, ഈ കണക്കുകളൊക്കെ എഴുതി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു മെഷീൻ കണ്ടുപിടിച്ചത്. അതിനെയാണ് അനലിറ്റിക്കൽ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോ ഈ മനുഷ്യന്റെ ആക്ടിവിറ്റി, അവന്റെ ഇടപെടുന്ന മേഖലയിൽ പുരോഗമിക്കുന്നതനുസരിച്ച് സാങ്കേതിക വിദ്യ കൂടിയേ തീരും, അല്ലെങ്കിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റില്ല. കാൽക്കുലേറ്റർ ഇല്ലാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കച്ചവടക്കാരൻ, ഒരു മുറുക്കാൻ കടക്കാരന് ഒരു കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ അവൻ എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ആ കാൽക്കുലേറ്ററിന്റെ സ്ഥാനത്ത് കമ്പ്യൂട്ടർ വന്നു. അപ്പൊ വലിയ ഡേറ്റകൾ കൈകാര്യം ചെയ്യാം. 1000-കണക്കിനോ അല്ലെങ്കിൽ 10,000-കണക്കിനോ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ ബിസിനസിന്റെയോ ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ടൊരു കമ്പ്യൂട്ടർ വെച്ച് ചെയ്യാം, അല്ലെ? പിന്നെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വന്നു. അതുപോലെ മനുഷ്യന്റെ വികാസത്തിനനുസരിച്ച് വരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഓക്കെ, അപ്പോ ഇതിന് ഗുണവും ദോഷവും എന്നുള്ളതിനേക്കാളും ഈ സാങ്കേതിക വിദ്യ അനിവാര്യമാണ്, ആവശ്യമാണ്. ഈ സാങ്കേതിക വിദ്യ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സാർ, ഈ എഐയുടെ അനാവശ്യമായ ഉപയോഗം കൊണ്ട് പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷകരമുണ്ടോ? എനർജി കൺസപ്ഷൻ, വെള്ളം ഒരുപാട് ഉപയോഗം. വളരെ 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 പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇതിനകം തന്നെ പല മാധ്യമങ്ങളും ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലളിതമായി പറയാം, നിങ്ങളെല്ലാം AI ഉപയോഗിക്കുന്നവരാണ്. ഒരു A4 സൈസിലെ പേപ്പറിൽ വരുന്ന അത്രയും കണ്ടന്റ് AI വെച്ച് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ടോയ്ലറ്റിൽ ഒരു പ്രാവശ്യം ഫ്ലഷ് ചെയ്യുന്ന അത്രയും വെള്ളം വേണ്ടി വരും. 2 മുതൽ 5 ലിറ്റർ വെള്ളം വേണ്ടി വരും നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു A4 സൈസ് പേപ്പറിനകത്ത്. ഒരു പുസ്തകം
നിങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ വീട്ടിലെ വാട്ടർ ടാങ്കിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അത്രയും വെള്ളം വേണ്ടി വരും. അതായത് AI പഠിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റ അത്രയും വലിയ ഡാറ്റയാണ്. ആ അത്രയും വലിയ ഡാറ്റകളിനിടയിൽ പോയി ഇത് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് അത് പ്രോസസ് ചെയ്ത് വരുമ്പോ അത്രമാത്രം ചൂട് ജനറേറ്റ് ചെയ്യാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ തല ചൂടാവുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? തല പെരുക്കുന്നു, ചൂടാവുന്നു. ഒരു ചെറിയ കാര്യം തന്നെ നമ്മൾ ആലോചിക്കും. അതിന് സമാനമാണ്. അത്രമാത്രം ചൂട് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ അത്രമാത്രം വെള്ളം, കടൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഭീമമായ തോതിൽ വെള്ളം ഈ AI തണുപ്പിക്കാൻ വേണ്ടി, ഈ പ്രോസസ്സിങ് സെർവറിനെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സാങ്കേതിക വിദ്യ മാറി വരുന്നുണ്ട്. കാറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ലിക്വിഡുകൾ ഉപയോഗിക്കുന്നുണ്ട്, കടൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എന്തുമാത്രം വെള്ളം നമ്മള് ഒരു A4 സൈസ് ലോകത്ത് വർഷം ചൂട് വർദ്ധിക്കുന്നതിന് AI ഒരു കാരണമാണല്ലേ? അതായത് നമ്മളിപ്പം വെള്ളം എന്ന് പറയുമ്പോൾ ഇത്രയും വെള്ളം ഉപയോഗിച്ചിട്ട് ആ വെള്ളത്തെ നമ്മൾ ഒഴുകിക്കളയുന്നത്, അത് റീസൈക്കിൾ ചെയ്യുന്ന ഒരു വെള്ളം നമ്മൾ കാറിന്റെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് അത്രയും വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇതിന്റെ സെർവറൊക്കെ ഇരിക്കുന്ന അമേരിക്കയിലാണ്. അപ്പൊ അവിടെ ഇത്രയും വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാനാവില്ല. വെള്ളം അത്രയും മിസ്യൂസ് ചെയ്യപ്പെടുന്നു, വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് കുറെ വെള്ളം മിസ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടാവാം. അത്രയും വെള്ളം ഉപയോഗിക്കും. നമ്മളറിയാം, നമ്മൾ ഒരു A4 സൈസ് എല്ലാ സെർവറുകളും അമേരിക്കയിലാണ്. എന്തേ? AIയുടെ എല്ലാ സെർവറുകളും അമേരിക്കയിലാണ്. ഇതിന്റെ ഡാറ്റാ സെന്ററുകളിൽ നിന്ന് അത് പല ഡാറ്റാ സെന്ററുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഗൂഗിളിന്റെ, ആമസോണിന്റെ ഒക്കെ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ഡാറ്റാ സെന്ററുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതെല്ലാം ഇരിക്കുന്നത് അമേരിക്കയിലാണ്. അതായത് ഞാൻ ഇന്ന് ഇതിനു വേണ്ടി ഒരു കണക്ക് നോക്കിയപ്പോ നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 7%, കേരളത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 7% വൈദ്യുതി ChatGPTക്ക് ഒരു ദിവസം വേണ്ടി വരും. അതായത് നമ്മുടെ ഒരു ജില്ലയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഒരു ദിവസം വേണ്ടി വരും ChatGPTക്ക്. അത്രമാത്രം വൈദ്യുതി ഉപയോഗിച്ചാണ് ഇത് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, വെള്ളത്തിന്റെ കാര്യം തന്നെ നമ്മൾ ചുമ്മാ ഒരു കാര്യം ഒരു തമാശ രൂപേണ AI കൊണ്ടൊരു കാര്യം ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ 2 മുതൽ 5 ലിറ്റർ വെള്ളം വരെ അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സാർ ചോദിച്ചത് വളരെ നല്ല ഒരു ചോദ്യമാണ്. അനാവശ്യമായിട്ട് നമ്മൾ ഇമേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യരുത്, ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യരുത് എന്ന് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ആ രീതിയിൽ ഉള്ളൊരു ക്യാമ്പയിൻ ഈ അടുത്ത കാലത്ത് നടക്കുന്നുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം ചെലവാകുന്നില്ലേ സാർ? ജലത്തിന്റെ ഒപ്പം തന്നെ വൈദ്യുതിയും ചെലവാകുന്നില്ലേ? വൈദ്യുതി, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ കേരളത്തില് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 7% വൈദ്യുതി വേണം ChatGPTക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി. അത്രയും വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അത്രയും ചൂട് ജനറേറ്റ് ചെയ്യുന്നു. ആ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വെള്ളം വേണ്ടി വരുന്നത്. ചുമ്മാ ഒരു പുസ്തകം എഴുതുമ്പോൾ ഒരു ടാങ്ക് വെള്ളം തീരെയാണ് അവിടെ വെള്ളം ഉപയോഗിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നല്ല ആരോഗ്യത്തിന് ശ്രീകുമാർ സാർ പറയൂ. നമ്മുടെ ആരോഗ്യത്തിന് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എന്തെങ്കിലും ദോഷമുണ്ടോ? അതായത് AI ഉപയോഗിക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതാണ്. മനുഷ്യന്റെ ആരോഗ്യത്തിന് AI പ്രശ്നം. നമ്മളിപ്പോ കമ്പ്യൂട്ടറല്ല, നമ്മളിപ്പോ AI ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മൊബൈലിലെ നമ്മളൊരു സിനിമ കാണുന്നത് പോലെ തന്നെയാണ് AI ഉപയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിലാണ്, സ്ക്രീനിൽ കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ AI ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രോഗങ്ങൾ കണ്ടെത്താനും വിശകലനം ചെയ്യാനും ഒക്കെ AIക്ക് വലിയ റോളുണ്ട്. അതായത് ദോഷത്തേക്കാൾ ഗുണമാണ്.
തീർച്ചയായിട്ടും മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് എഐക്ക് നല്ല റോളുണ്ട്. അത് ഗുണകരമായ റോളാണ്. മനുഷ്യൻ ഡോക്ടർമാരെ കണ്ടെത്തുന്നതിനേക്കാളും വളരെ ആക്യുറേറ്റ് ആയിട്ട് രോഗങ്ങൾ കണ്ടെത്താൻ എഐ കൊണ്ട് കഴിയും. രോഗങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് സംബന്ധിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോ ഒരു നമ്മുടെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ്, ബാംഗ്ലൂർ കേന്ദ്രീകൃതമായ ഒരു സ്റ്റാർട്ടപ്പ് മനുഷ്യന്റെ ശബ്ദം, നമ്മുടെ സംസാരിക്കുന്ന 5 മിനിറ്റ് സംസാരിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് ആ ശബ്ദം വിശകലനം ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗവേഷണം നടക്കുന്നുണ്ട്. ശബ്ദം മതി. അപ്പോ ആ നിലയിലൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോ റേഡിയോളജിസ്റ്റ്, നമ്മൾക്കറിയാം സ്കാൻ ചെയ്യുക എന്നുള്ളത്, സ്കാൻ ചെയ്ത് റിപ്പോർട്ട് തരുന്നത് റേഡിയോളജിസ്റ്റ് എന്ന ഡോക്ടറാണ്. ഇപ്പൊ റേഡിയോളജിസ്റ്റിന്റെ ആവശ്യമില്ല. ആ മെഷീനിൽ തന്നെ എഐ റേഡിയോളജിസ്റ്റ് തയ്യാറാക്കുന്നതിനേക്കാളും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എഐ തയ്യാറാക്കി തരുന്നുണ്ട്. ആരോഗ്യരംഗത്ത് അതുപോലെ അത് മരുന്നിന്റെ ഗവേഷണ രംഗത്തൊക്കെ എഐക്ക് വലിയ റോളുണ്ട്. ഒരു മരുന്ന് നമുക്ക് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 80,000-ഓളം ടെസ്റ്റുകൾ നടത്തിയാണ് ചെയ്തത്. അത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എഐയുടെ വലിയ തോതിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ട്. ആരോഗ്യരംഗം എഐക്ക് ഗുണകരമാണ് ഈ സാങ്കേതിക വിദ്യ. എന്തൊക്കെ തന്നാലും ദോഷത്തെക്കാൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി എഐ ഉപയോഗിച്ച് മരുന്ന് പരീക്ഷണം നടത്തുകയാണെങ്കിൽ അത് മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് വളരെ കുറയ്ക്കാൻ പറ്റില്ല. അത് വളരെ നല്ല കാര്യമായിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാൻ പറ്റും. സിമുലേഷൻ എന്ന് പറയാം. അത്തരം സിമുലേഷനുകൾ ചെയ്യാൻ എഐക്ക് വലിയ റോളുണ്ട്, ചെയ്യാൻ പറ്റും. എന്നാലും ആത്യന്തികമായി അത്തരത്തിൽ ഫിസിക്കലായ എക്സ്പെരിമെന്റിനൊക്കെ ശേഷം മാത്രമേ ഒരു മരുന്ന് പുറത്തു വരുള്ളൂ. പിന്നെ അടുത്ത തൊഴിലുമായി ബന്ധപ്പെട്ട ആരും ഒന്നും ചോദിച്ചില്ല. എഐ വന്നതോടെ തൊഴിൽ സാധ്യതകൾ കുറയുന്നു എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, വർദ്ധിക്കുമോ? എഐ തൊഴിൽ മേഖല ആണ് എഐ ഏറ്റവും വലിയ ഭീഷണി മുഴക്കുന്നത്. അതെപ്പോഴും പുതിയ ഒരു സാങ്കേതിക വിദ്യ വരുമ്പോൾ അത് കുറെ തൊഴിലുകൾ ഇല്ലാതാക്കും, സ്വാഭാവികമാണ്. അപ്പോ ഇത് സംബന്ധിച്ച് വേൾഡ് എക്കണോമിക് ഫോറം ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് 9.2 കോടി തൊഴിലുകൾ എഐ മൂലം വരും വർഷങ്ങളിൽ ഇല്ലാതാവുന്നതാണ്. 9.2 കോടി തൊഴിലുകൾ. അപ്പൊ അത് നോക്കുക, അതിന്റെ ഒരു ഭീകരത നോക്കുക. കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി. 3.5 കോടി. 9.2 കോടി തൊഴിലവസരങ്ങൾ ഇല്ലാതാവും. അതേസമയം അതിനകത്തൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 17 കോടി തൊഴിലവസരങ്ങൾ വീണ്ടും 10 വർഷം കൊണ്ട് എഐ മൂലം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അപ്പോ 9 കോടി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടാലും 17 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പൊ എഐ ഗുണമല്ലേ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എഐയുമായി അഡാപ്റ്റ് ചെയ്യാത്ത ആൾക്കാര് പുറത്താവും. എഐ ആരുടെയും തൊഴിൽ ഇല്ലാതാക്കില്ല. എഐ പഠിക്കാത്തത് കൊണ്ട്, എഐ ഉപയോഗിക്കാത്തത് കൊണ്ട് പലരുടെയും തൊഴിൽ നഷ്ടപ്പെടും. അത് മാത്രമല്ല, IMF-ന്റെ ഒരു കണക്കനുസരിച്ച് വരുന്ന 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 60% തൊഴിലുകളും എഐ ഇന്റഗ്രേറ്റ് ആയിരിക്കും. ഏതെങ്കിലും രീതിയിൽ അത് എഐയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ തൊഴില് ഏതാണ്ട് 23% തൊഴിലുകൾ എഐയുമായി ഏതെങ്കിലും രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എഐ അതിന്റെ സ്വാധീനം ചെലുത്തുന്നതാണ്, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ.
ഇപ്പോ ഡാറ്റ എൻട്രി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെയുള്ള മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഗ്രാഫിക് ഡിസൈനിങ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ. അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവായ മേഖലകൾ, ഇപ്പോ മ്യൂസിക് ഇൻഡസ്ട്രി എഐക്ക് ഒരു വലിയൊരു ഭീഷണി ആണ്. ഇപ്പോ ഹോളിവുഡിലൊക്കെ സമരം നടക്കുന്നുണ്ട്. നമുക്ക് തന്നെ നമ്മളിവിടെ കണ്ടതല്ലേ, സുനോ ഉപയോഗിച്ച് നമ്മളെ ഒരു സാധാരണ മനുഷ്യർ സിനിമാ പാട്ടിനോട് കിടപിടിക്കുന്ന ഒരു പാട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ, ഒരു സാധാരണ ഒരാളിന്, ഒന്നും പഠിക്കാത്ത ഒരാളിന്. അപ്പോ ഇത് ആ രംഗത്തൊക്കെ ഭീഷണിയുണ്ട്, പക്ഷെ അതൊക്കെ അതിജീവിക്കും എന്നുള്ള അങ്ങനെയുള്ള കുറെ. ഇപ്പൊ നമ്മളറിയാം ഈ കാറും ബസ്സും ഒക്കെ വന്നപ്പോ കാളവണ്ടി തൊഴിൽ പോയില്ലേ, ലോറി വന്നപ്പോ അല്ലേ, പെട്ടിയാട്ടമൊക്കെ വന്നപ്പോ കാളവണ്ടിക്കാരുടെ തൊഴിൽ പോയില്ലേ. അപ്പൊ ഈ കാളവണ്ടി ഉപേക്ഷിച്ചിട്ട് പെട്ടിയാട്ടം എടുത്ത് ഓടി നിന്നാൽ അത് ജീവിച്ചു. പണ്ട് പ്രിന്റിങ്ങിന് കമ്പോസ് ചെയ്യണമായിരുന്നു, അക്ഷരങ്ങൾ എടുത്തു വെച്ച് കമ്പോസ് ചെയ്താണ് നമ്മൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു വലിയ പണിയായിരുന്നു, ഓരോ അക്ഷരങ്ങളിൽ പറക്കി വെക്കുക എന്ന് പറയുന്നത് വലിയ പട്ടുള്ള ജോലിയായിരുന്നു. DTP വന്നപ്പോ അവരുടെ തൊഴിൽ പോയി. പക്ഷെ DTP വന്ന് തൊഴിൽ നഷ്ടപ്പെട്ടവര് കമ്പ്യൂട്ടർ പഠിച്ചപ്പോ അവർക്ക് തൊഴിൽ കിട്ടി. യഥാർത്ഥത്തിൽ ഞാൻ ഈ സെക്ടറിലേക്ക് വന്നത്, ഞാന് ഈ കമ്പ്യൂട്ടർ യാതൊരു ബന്ധോ ഇല്ല, കമ്പ്യൂട്ടർ മേഖല പഠിച്ചു വന്ന ആളല്ല. അപ്പൊ ഈ പ്രിന്റിങ് രംഗത്തുള്ള ആൾക്കാർ ഇപ്പൊ DTP വന്നപ്പോ, അല്ലെങ്കിൽ ഓഫ്സെറ്റ് പ്രസ് വന്നപ്പോ ഭീമമായ രീതിയിൽ സ്ത്രീകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ കുറെ സ്ത്രീകൾ എല്ലാം അടുത്ത് വന്നു. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി അവരെ DTP പഠിപ്പിച്ചു. അപ്പൊ DTP അവർക്ക് പഠിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ അവരെ പഠിപ്പിച്ച് ആ ഒരു സംവിധാനമാണ് കേരളം ഒട്ടുക്ക് വ്യാപകമായി ഇൻഫർമേഷൻ ടെക്നോളജി എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്നൊരു സംഭവമായിട്ട് മാറിയത്. ഇങ്ങനെ 100-300ഓളം സെന്ററുകൾ വന്നു സാധാരണ ആൾക്കാരെ കമ്പ്യൂട്ടർ പഠിപ്പിച്ച് അവര് നിങ്ങളെ പല സ്ഥലത്തും മിന്നർ വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്ന പലരെയും കണ്ടു. അതൊക്കെ ഞങ്ങൾ എടുത്ത DTP പഠിപ്പിച്ച്. അതായത് 2 മാസം കൊണ്ട് ഒരു 6-7 മാസം എടുത്തു അവരെ പഠിപ്പിക്കാൻ, സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ ഇന്റർനെറ്റ് വന്നപ്പോ ഇന്റർനെറ്റ് പഠിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്റർനെറ്റ് 2 വന്നു, പിന്നെ യൂട്യൂബും GPS ഒക്കെ വന്നപ്പോ അത് പഠിപ്പിച്ചു. AI വന്നപ്പോ അതുപോലെ AIയും പഠിപ്പിച്ചു. ഇനി അടുത്ത ടെക്നോളജി നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോ ഇങ്ങനെ ടെക്നോളജികൾ മാറി വരുന്നു, ആ ടെക്നോളജിയുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കൊള്ളാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാര്, നമ്മളെല്ലാവരും 40-50 വയസ്സൊക്കെ പ്രായമുള്ളവരാണ്. നിങ്ങള് AI എന്താണെന്നും ഉപയോഗിക്കാനും ഒക്കെ നിങ്ങൾ പഠിച്ചത്. പക്ഷെ പലർക്കും ഇതെന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ തൊട്ടടുത്തുള്ളവരും വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഒക്കെ. പക്ഷെ ഈ ഭൂമിയില് ജീവിച്ച ഏറ്റവും ഭാഗ്യവാൻ, ഇന്നോളം ഭൂമിയിൽ ജനിച്ച മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യർ നമ്മളാണ്. കാരണം എന്താ, നമ്മളെല്ലാ ടെക്നോളജിയും കണ്ടു അല്ലേ. കാളവണ്ടി കണ്ടു, ലെറ്റർ പ്രസ് കണ്ടു, TV വരുന്നത് കണ്ടു, ചില ടെക്നോളജി വന്നിട്ട് അങ്ങ് പോയി. VCR കണ്ടു, VCP കണ്ടു, ടേപ്പ് റെക്കോർഡർ കണ്ടു, എന്തെല്ലാം ടെക്നോളജി കണ്ടു. ഈ പുതിയ ജൻസിക്കാർ ഇതൊന്നും കണ്ടിട്ടുമില്ല. നമ്മൾ ഈ ടെക്നോളജി എല്ലാം കണ്ടു. അവസാനം AI കണ്ടു. നമ്മളെ ജീവിതം ഇത്രയധികം എന്താണ് സമ്പന്നമാവാൻ ഇതിനപ്പുറം വേറെ എന്തെങ്കിലും വേണം അല്ലേ സ്വർണ്ണോ? ഓക്കെ, അടുത്ത. അപ്പൊ അത് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലായല്ലോ. ഈ തൊഴിൽ രംഗത്ത് ഇത് പല തൊഴിലുകളും ഇല്ലാതാക്കും എന്നുള്ളത് തന്നെയാണ്. പകരം പുതിയ തൊഴിലുകൾ വരും, AI അധിഷ്ഠിതമായ തൊഴിലുകൾ. മനുഷ്യന്റെ ജോലിഭാരം കുറയുന്നു, അറിവ് കൂടുന്നു. അറിവ് നമുക്കറിയാം, നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുന്നതിന്റെ പരിമിതിയുണ്ട്. ഏത് അറിവും നമുക്ക് നിമിഷ നേരം കൊണ്ട് നോക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഓക്കെ, അടുത്ത. സർ നമസ്കാരം, ചോദിക്കട്ടെ? ചോദിക്കും.
ഒരു കാര്യം ഇതിന്റെ ഭാവി എന്താണെന്നാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്തായാലും മനുഷ്യർ കൊടുക്കുന്ന അറിവ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം തെറ്റായ കാര്യങ്ങൾ കൊടുത്തിട്ട് ലോകത്തിനെതിരെ, മനുഷ്യർക്കെതിരെ അതിന് തെറ്റായ പ്രോംപ്റ്റ് കൊടുത്ത്, അല്ലെങ്കിൽ തെറ്റായി അതിന് അറിവ് കൊടുത്തിട്ട് ആളുകൾക്കെതിരെ അല്ലെങ്കിൽ സമൂഹത്തിനെതിരെ ഇത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിനെ തടയാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. മാഡം ചോദിച്ചത്, ഇപ്പൊ തന്നെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ AI, ഞാനത് നേരത്തെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചതാണ്. നിർമ്മിത ബുദ്ധിയില് അതിനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്തത്. ഈ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങള് പക്ഷപാതപരമാണ് എങ്കിൽ അത് പക്ഷപാതപരമായി കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യും. അതങ്ങനെയാണ്. പക്ഷേ ഇത് മനുഷ്യരാശിക്ക് ദുരന്തമുണ്ടാക്കുന്ന വിധത്തിൽ, മനുഷ്യരാശിക്ക് ദോഷമുണ്ടാക്കുന്ന വിധത്തിൽ ഈ ടെക്നോളജി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കലും ആന്റി സോഷ്യലായ രീതിയിൽ പഠിപ്പിക്കില്ല. അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ മിഷ്യനെ അങ്ങനെ ലേൺ ചെയ്യിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, അങ്ങനെ തയ്യാറാവില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ഒരു പ്രോംപ്റ്റ്, ഇപ്പൊ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പട്ടിണി മരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു തരില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു എത്തിക്സ് ഉണ്ട്. അശ്ലീലത ജനറേറ്റ് ചെയ്തിട്ടില്ല. അതേസമയം അത് നമ്മൾ ഈ കാണുന്ന മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആണ്. ഇനി ഒരു സ്വന്തമായിട്ട് ഒരാളെ ഒരു AI ടൂള് സൃഷ്ടിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിന് ഭീമമായ ഫണ്ടൊക്കെ വേണ്ടി വരും. പിന്നെ യുദ്ധരംഗത്ത് അതാത് രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ AI നല്ല റിസോഴ്സ് ഉള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയൊരു വെപ്പൺ ഉണ്ടാക്കാം. ആ വെപ്പൺ ഉണ്ടാക്കിയിട്ട് അവരുടെ ശത്രു പട്ടാളക്കാർ അല്ലെങ്കിൽ ശത്രുക്കളായ ആൾക്കാരെ മാത്രം ഐഡന്റിഫൈ ചെയ്ത് അവരെ വകവരുത്താം. അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാധ്യതകൾക്കെതിരെ UN അടക്കമുള്ള സംഘടനകളും പല മനുഷ്യാവകാശ സംഘടനകളും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കെതിരെ, ഇപ്പൊ നമുക്കറിയാം, പരീക്ഷണങ്ങൾക്കെതിരെ നിയമം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിനെ തടയാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. നമുക്കറിയാം, ഇപ്പോ അറ്റോമിക് എനർജി, ആറ്റം ബോംബ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇതിനെല്ലാം ധാരാളം യുദ്ധങ്ങൾ ഇവിടെ നടന്നു. രാജ്യങ്ങൾ തമ്മിൽ പല അറ്റോമിക് എനർജി ഉള്ള രാജ്യങ്ങൾ, അറ്റോമിക് ബോംബുകളുള്ള രാജ്യങ്ങൾ തന്നെ പല യുദ്ധങ്ങളിലും പങ്കാളിയായി. ഒരു സ്ഥലത്തും ആറ്റം ബോംബ് പൊട്ടിച്ചില്ല, അല്ലേ? ഹിരോഷിമയിലും നാഗസാക്കിയിലും അല്ലാതെ ഭൂമിയിൽ ഇന്നോളം ഒരു സ്ഥലത്തും ഇത് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത പോലും നമ്മൾ കാണുന്നില്ല. ഒരു യുദ്ധത്തിലും അങ്ങനെ ചെയ്യില്ല എന്നാണ്. അത് എന്തുകൊണ്ടാണ്? അതൊരു യുദ്ധത്തിനെതിരെ ജനങ്ങൾക്കുള്ള ഒരു പൊതുജന അഭിപ്രായമാണ്. ഇത്തരം ഇപ്പൊ അറ്റോമിക് എനർജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരോഗ്യരംഗത്തും എനർജി അങ്ങനെയൊക്കെയുള്ള മേഖലയിലാണ്. അപ്പൊ എപ്പോഴും മനുഷ്യ സമൂഹം ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന, അതായത് സമൂഹത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ മാത്രമേ ടെക്നോളജികൾ ഉപയോഗിക്കൂ. അതല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ AI ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. ആ ദുരുപയോഗത്തിനെതിരായിട്ടുള്ള നമ്മൾ ഓരോ മനുഷ്യന്റെയും ആ ഒപ്പീനിയൻ, അതിന് വലിയൊരു ഇപ്പൊ യുദ്ധത്തിനെതിരെ ലോകത്തെ പൊതുവെ യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. ആ വികാരം ഉള്ളതുകൊണ്ടാണ് രാജ്യങ്ങളെന്നും യുദ്ധത്തിന് തയ്യാറാവാത്തത്.
ജനങ്ങൾ എതിർക്കൊണ്ടാണ്. നമ്മൾ AI കുറിച്ച് പറയുമ്പോൾ AI ദുരുപയോഗം ചെയ്യരുത് എന്നുള്ള ആ ഒപ്പീനിയൻ ഉണ്ട്. ആ ഒപ്പീനിയൻ പ്രകടിപ്പിക്കാനും അത് ചർച്ച ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടെയും നമ്മളിവിടെ ഇത്രയും പേരടങ്ങുന്ന ഗ്രൂപ്പിൽ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. ഈ ടെക്നോളജി മനുഷ്യന് എതിരെ ഉപയോഗിക്കരുത്, യുദ്ധത്തിന് ഉപയോഗിക്കരുത്, മനുഷ്യ സമൂഹത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കരുത് എന്ന ഒരു ആശങ്ക നമ്മൾ പങ്കുവയ്ക്കുന്നു. ഇതൊരു വലിയ കാര്യമാണ്. ഓക്കെ മാഡം, അത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അത് കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ടോ? ഇല്ല സാർ, ക്ലിയർ ആണ്. താങ്ക് യു സാർ. ഇനി സുരേന്ദ്ര സാർ ഒന്നും ചോദിക്കുന്നില്ല? ഹലോ, എയിലെ മെഡിസിൻസ് ഉപയോഗിക്കാറുണ്ട്. എന്ത് സാറ്? ഒരു മിനിറ്റ്. ഈ എൻ്റെ ഇത് അവിടുന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ കണക്ഷൻ പോയായിരുന്നു. സാറ് പറയുന്നത് വ്യക്തമായി കേൾക്കാൻ വയ്യ. അതായത് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, വ്യക്തമല്ല സാർ, പറയൂ. അതായത് നമ്മളുടെ വികാരങ്ങളെ ഇപ്പൊ ഞാൻ അതിന് എക്സാമ്പിൾ ചില മെഡിസിൻ കൊണ്ട് നമ്മൾ ഈ പ്രാന്തിന് ചികിത്സിക്കുന്നുണ്ട്, മോഡേൺ ആയിട്ടുള്ള. അതുപോലെ നമ്മളുടെ ആ വികാരത്തിന് AI ആയിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടോ എന്നാണ് സാറ്. അതെ, വളരെ പ്രസക്തമായ കാര്യമാണ് സാർ ചോദിച്ചത്. അതിനകത്ത് നമ്മൾ എയും മനുഷ്യന്റെ ബുദ്ധിയും എയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത് AIക്ക് വികാരമില്ല എന്നുള്ളതാണ്. AIക്ക് വികാരമില്ല. AIക്ക് സാന്ദർഭികമായ രീതിയിൽ ഉത്തരം പറയാൻ അറിയില്ല. അതായത് AI പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ AI പറയില്ല. വൈകാരികമായ കാര്യങ്ങൾക്ക് AI പറയില്ല. അപ്പൊ വികാരപരമായ ഭാഷ ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ല. അതിന് വൈകാരികത പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ AIയുടേതായ ഒരു രീതിയിൽ സാന്ദർഭികമായി പറയാനോ ഒന്നും AIക്ക് അറിയില്ല. അത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന AI ടെക്നോളജി, ആ ടെക്നോളജി നാരോ AI ടെക്നോളജി എന്നാണ് പറയുന്നത്. വളരെ നാരോ ആയ AI ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ChatGPT, ജെമിനിയിലൊക്കെ ഉപയോഗിക്കുന്നത് അത്തരം നാരോ ടെക്നോളജി. ഇനി ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനം വരും, AGI, ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ AGI പ്രധാന വന്നു കഴിഞ്ഞാൽ ചിലപ്പോ മനുഷ്യന്റെ വികാരത്തെ പോലെ വികാരം പ്രകടിപ്പിക്കുന്ന, മനുഷ്യനെ പോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും ഈ AGI. ചിലപ്പോൾ അതൊരു 10-15 വർഷത്തിനകത്ത് ഈ AGI വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ രംഗത്തുള്ള ആൾക്കാർ AGI, അതായത് ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്പം പോലും വൈകാരികത ഇല്ല, വികാരപരമായ രീതിയിൽ അതിനെ പെരുമാറാൻ കഴിയില്ല. ഓക്കെ സാർ. സുരേന്ദ്ര സാർ, ഓക്കെ. ഇനി 8 മിനിറ്റ് ഉണ്ട്. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ എങ്ങനെയാണ് സാർ? വെരി ഗുഡ്. അതൊന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ പറഞ്ഞത്. AIയിലെ ഡാറ്റ ടോക്കൺസ് എന്നാണ് പറയുന്നത്. ടോക്കൺ എന്ന് പറയുന്നത് ഒരു വാക്ക്, ഒരു ടോക്കൺ. ഐ ലവ് കേരള എന്ന് പറഞ്ഞാൽ ഐ ഒരു ടോക്കൺ, ലവ് ഒരു ടോക്കൺ, യു ഒരു ടോക്കൺ. അൺബിലീവബിൾ എന്നുള്ള വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കൺ, ബിലീവ് ഒരു ടോക്കൺ, ഏബിൾ എന്നുള്ളത് വേറൊരു ടോക്കൺ. ഒരു വാക്ക് തന്നെ ചിലപ്പോൾ 3 ടോക്കൺ ആവും, ചിലപ്പോൾ 3 വാക്കുകൾ ചേരുമ്പോൾ ഒരു ടോക്കൺ ആവും, ഒരു 3-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു ടോക്കൺ. അപ്പൊ ഈ ടോക്കൺ സിസ്റ്റമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ AIയെ ലേൺ ചെയ്ത് AIയെ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഈ പഠിപ്പിച്ചു വെച്ച, ഞാൻ നേരത്തെ പറഞ്ഞു, പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന
പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വേൾഡ് ക്ലാസിക്കുകൾ, അങ്ങനെ റിസർച്ച് പേപ്പറുകൾ, അബ്സ്ട്രാക്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ ക്രൗളിംഗ് എന്ന് പറയും. അതായത് പബ്ലിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്ത് പഠിച്ചിട്ടുണ്ട്. വിക്കിപീഡിയ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എൻസൈക്ലോപീഡിയകളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭീമമായ അറിവ് ആണ് AI-യുടെ ഡാറ്റ. ഈ AI-യുടെ ഡാറ്റ, ഈ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന AI-യുടെ ഡാറ്റ നമ്മളൊരു പുസ്തക രൂപത്തിൽ പ്രിന്റ് ചെയ്യാന്ന് വയ്ക്കുക. പുസ്തക രൂപത്തിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കുന്ന പുസ്തകങ്ങൾ അടുക്കി വെക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ ഏതാണ്ട് 2800 കിലോമീറ്റർ ഉണ്ട്. ഈ 2800 കിലോമീറ്റർ ദൈർഘ്യമുള്ള സ്ഥലത്ത് ഇങ്ങനെ അടുക്കി വയ്ക്കുന്ന അത്രമാത്രം വിവരങ്ങളാണ് ഇതിനകത്ത്. ഈ ഇത്രയും വിവരങ്ങൾ നോക്കുക, ഇത്രയും ഡാറ്റയിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി വിവരങ്ങൾ തപ്പിപ്പിടിച്ചെടുത്തോണ്ട് നമുക്ക് തയ്യാറാക്കി തരുന്നത്. പ്രോബബിലിറ്റി, അതിസങ്കീർണമായ മാത്തമെറ്റിക്സ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് ഇപ്പൊ മഴ എന്ന വാക്ക്, എൻ്റെ തൊട്ടടുത്ത വാക്ക് ഇതിന്റെ പ്രോബബിലിറ്റി, മഴ പെയ്യുന്നു, മഴ വേണ്ട, മഴ കഴിഞ്ഞു എന്നൊക്കെയുള്ള പല വാക്ക്, ആ കോണ്ടസ്റ്റ് മനസ്സിലാക്കി ആ കോണ്ടസ്റ്റിനനുസരിച്ചിട്ടുള്ള അടുത്ത വാക്ക് ഇങ്ങനെ അടുക്കി ചേർത്താണ് നമുക്ക് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോ നോക്കുക, 2800 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന അത്രയും പുസ്തകങ്ങളിൽ നിന്ന് കോടാനക്കോടി വാക്കുകളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ അത് സംയോജിപ്പിച്ച് നമുക്ക് തരുന്നത്. ഇതാണ് അവരുടെ ഡാറ്റാ സെന്റർ. ഈ ഡാറ്റ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സലോണയുടെ ഡാറ്റാ സെന്ററുകൾ അതിനെ പ്രോസസ് ചെയ്യുന്നു. ഈ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സർ ഉണ്ട്. ആ പ്രോസസ്സർ പോലെ NVIDIA എന്ന് പറയുന്ന ഒരു കമ്പനി തയ്യാറാക്കിയ ആ പ്രോസസ്സറുകളിലൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആ പ്രോസസ്സറുകൾ നമ്മുടെ രാജ്യത്തിനൊന്നും ലഭ്യമല്ല. ഈ പ്രോസസ്സർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ AI പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. ആ പ്രോസസ്സർ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും വൈദ്യുതിയും അത്രയും വെള്ളവും ഒക്കെ വിനിയോഗിക്കേണ്ടി വരുന്നത്. അത് നമ്മൾ ഈ പറയുന്ന കാര്യം നമ്മൾ ചുമ്മാ ഒരു പ്രോംപ്റ്റ് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ ഒരു പ്രോംപ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ, ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് അതിന്റെ സെർവറിൽ പോകുന്നു. അത് ഇത്രയും അധികം കോടാനകോടി വാക്കുകൾ പരതി നമ്മൾ പറയുന്ന കാര്യത്തിൽ ചെയ്തു തരുന്നു എന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരു അവസ്ഥ. നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. നോക്കുക, നമ്മളൊരു ഫ്രീ ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഒരു A4 സൈസിലെ വേറൊരു തന്നെ 4 ലിറ്റർ വെള്ളവും കറണ്ടും ഒക്കെ ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഭയങ്കര എക്സ്പെൻസീവ് ആണ് AI. ഓക്കെ സാർ, ശ്രീകുമാർ സാർ ക്ലിയർ ആയോ? ഇനി ഏതെങ്കിലും രാജ്യത്താണോ ഇത് ചെയ്യുന്നത്? അമേരിക്കയിലാണ് ഇരിക്കുന്നത്. അമേരിക്കയിലാണ് ഇരിക്കുന്നത്. നമ്മളെ സുരേന്ദ്ര സാറിന്റെ വീടിന് അടുത്തൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോ കൂടുതലും ഇപ്പൊ ചൈന ഇതിനകത്ത് ലൈറ്റ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. സാർ, ഇന്ത്യക്ക് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടോ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്? ശരി, വെരി ഗുഡ് ക്വസ്റ്റ്യൻ സാർ. ഇന്ത്യയില് ഒരു AI മിഷൻ ഉണ്ട്. നമ്മുടെ രാജ്യവും അത് കൂടുതൽ ഫണ്ട് ഈ മേഖലയിൽ വിനിയോഗിക്കുന്നുണ്ട്. ആ ഫണ്ട് ഈ എന്റർപ്രൈസസ്, പുതിയ സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കാൻ ഈ മേഖലയിൽ ഗവേഷണം നടത്താനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ DST, സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതാണ് അനുവാദിനി എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ അനുവാദിനി എന്ന് പറയുന്ന നമുക്ക് ഉള്ള ചില AI ടൂളുകൾ വികസിപ്പിക്കുക. അതെല്ലാം ബീറ്റ സ്റ്റേജിലാണ്. അതായത് ഒന്ന് ഭാഷാപരമായ ട്രാൻസ്ലേറ്റിംഗിന് വേണ്ടിയാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു ഭാഷയിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ മറ്റു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക.
അപ്പൊ ഈ ട്രാൻസ്ലേഷൻ ഇന്ത്യയിലെ ഭാഷയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഫാഷിനി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റും ഉണ്ട്. അപ്പൊ ഇതിൽ ഉള്ള പ്രശ്നം, നമ്മളെ തിരുവനന്തപുരത്ത് ഒരു ജില്ലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് 3 ജില്ല കഴിയുമ്പോൾ അത് ഭയങ്കര അശ്ലീലമായിരിക്കും. ഇവിടെ പറയുന്ന വാക്കിന് നേരെ വിപരീതമായ അർത്ഥമായിരിക്കും അടുത്ത ജില്ലയിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടി വളരെ ബൃഹത്തായ രീതിയിൽ ഈ സാമ്പിളുകൾ, വോയിസ് സാമ്പിളുകൾ ശേഖരിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അനുവാദിനിയില് ഈ ഭാഷണിയിലും ഒക്കെ വലിയ പ്രോഗ്രസ് വരുന്നുണ്ട്. പക്ഷെ ഇതൊരു ബീറ്റ സ്റ്റേജിലാണ്. ഇപ്പോ PDF സംബന്ധിച്ചുള്ള ഫയലുകൾ എഡിറ്റ് ചെയ്യുന്ന അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ടൂളുകൾ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ടൂളാണ് യൂട്യൂബിനെ 20 മിനിറ്റ് വരുന്ന യൂട്യൂബിനെ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ബീറ്റ സ്റ്റേജിലാണ്. എപ്പോഴും ഇത് വർക്ക് ചെയ്യണമെന്നില്ല. സമീപ ഭാവിയിൽ ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഈ ഭാഷണിയിലൊക്കെ ഇപ്പോൾ പ്രശ്നം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ശബ്ദം അനുസരിച്ച് അത് ടെക്സ്റ്റ് ആക്കി തരും. പക്ഷെ ഭാഷണിയിലും അനുവാദിനിയിലും നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ അതുകൂടി തിരുത്തി കറക്റ്റായി തിരുത്തിയായിരിക്കും തരുന്നത്. AI ഓറിയന്റഡ് ട്രാൻസ്ലേഷൻ ആണ് ഇതിൽ നടക്കുന്നത്, ഈ അനുവാദിനിയിൽ നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മിനിറ്റെങ്കിലും കഴിഞ്ഞെങ്കിലും അവിടെ എന്തെങ്കിലും പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ നമ്മൾ അസ്വസ്ഥമാവും. ഈ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പറഞ്ഞുകൊണ്ടേനെ അവിടെ അക്ഷരം വോയിസിന് ടെക്സ്റ്റ് ആവുന്നു. ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു. അപ്പൊ നമ്മൾ ഇതൊന്നും വർക്ക് ചെയ്യില്ല എന്ന് വെച്ചിട്ട് കളഞ്ഞിട്ട് പോകും. അപ്പൊ അത് ബീറ്റ സ്റ്റേജ് ആയതുകൊണ്ടാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇപ്പോ വലിയ ഗുണം, നമ്മുടെ രാജ്യത്തിന് വലിയ ഗുണം ചെയ്യും, സാധാരണ ജനങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. ഇത് ചൈന അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ ഇത്തരം ടൂളുകളൊക്കെ വളരെ നേരത്തെ വികസിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നമ്മളിപ്പോ ഇവിടെ ബിസിനസ്സുകാരെല്ലാം അവിടെ ചെന്ന് നമ്മളെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ചൈനയിലെ ഒരു ഓഫീസിൽ ചെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി. അവിടെ അവൻ കേൾക്കുന്നത് ചൈനീസ് ഭാഷയിലായിരിക്കും. അവൻ തിരിച്ചു പറയുന്ന കാര്യങ്ങൾ നമുക്ക് മലയാളത്തിൽ കേൾക്കാൻ പറ്റും. ഇനനൊക്കെ പറയുന്ന ചില ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് മനുഷ്യന് ഈ ഭാഷ എന്ന് പറയുന്ന ഭാഷയുടെ വേർതിരിവില്ലാതാവുന്നു. ഭാഷ എന്ന് പറയുന്നത് ഒരു തടസ്സമല്ല. നമ്മളിത് പല കാര്യങ്ങളും നമ്മൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഏത് റിസർച്ച് പേപ്പറും നമുക്ക് നമ്മുടെ ഭാഷയിൽ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ അത് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. സൈസ് സ്പേസ് ഒക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ. ഒരു പല നോട്ട്ബുക്ക് എല്ലാം നമ്മൾ നോക്കി. നോട്ട്ബുക്ക് ML ഏതൊക്കെ ഭാഷയിലുള്ള പുസ്തകങ്ങളൊക്കെ കൊടുത്താൽ ഔട്ട്പുട്ട് ലാംഗ്വേജ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാംഗ്വേജിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ ഞാനിത് അവിടെ ചോദിക്കുമ്പോൾ ഇതേ രീതിയിലൊക്കെ പറഞ്ഞാൽ മതിയോ, അല്ല എന്തെങ്കിലും മാറ്റം വരുത്തണോ? അതുകൂടെ ഒന്ന് പറയൂ നിങ്ങൾ. നമ്മളെ ഈ ഫോണിൻ പരിപാടിയിൽ ആൾക്കാർ ചോദിക്കുമ്പോ ഞാൻ ഇപ്പോ പറഞ്ഞ രീതിയിലൊക്കെ പറഞ്ഞാൽ മതിയോ? ശാന്തമ്മ മേഡം ഇപ്പൊ കേറിയതേ ഉള്ളൂ? ഇല്ല, ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. ഒന്നും ചോദിച്ചില്ല? അല്ല, നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അവര് ചോദിക്കട്ടെ എന്ന് വെച്ചു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറയൂ സാർ. അതിൽ 1-2 കാര്യം ഞാൻ ഒന്ന് ശ്രദ്ധിച്ചത്, നമ്മൾ ചില ഇപ്പം കണ്ടുപിടുത്തങ്ങളുടെ ആൾക്കാരുടെ പേര് പറയുമ്പോഴേ നമ്മുടെ ആൾക്കാർക്ക് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യുമ്പോഴേക്കും ഒന്ന് കുറിച്ച് വെച്ചിരിക്കണമെന്ന്, കാരണം ആ പേര് മറന്നുപോയി എന്നുള്ള ആ ഒരു ടോണ്